അംബേദ്കർ ജയന്തി പ്രമാണിച്ച് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് അവധിയാണ്. ഇന്ന് ഏപ്രിൽ 14 NSE BSE പൂർണ്ണമായി അടഞ്ഞിരിക്കും. ഇത് 2026-ലെ 7ാമത്തെ ട്രേഡിംഗ് അവധിയാണ്. MCXൽ രാവിലെ സെഷൻ അടഞ്ഞിരിക്കും. വൈകുന്നേരം മാത്രം ട്രേഡിംഗ്. ബാങ്കുകളും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞിരിക്കും. ഈ ആഴ്ച ചുരുങ്ങിയ ട്രേഡിംഗ് ദിവസങ്ങളുള്ളതിനാൽ വോളാറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. US ഇറാൻ സംഘർഷം, ഹോർമൂസ് സ്ട്രെയ്റ്റ് ഭീഷണി. ട്രംപ് ഹോർമൂസ് ബ്ലോക്കേഡ് ഭീഷണി ഉയർത്തിയതോടെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് വിലകൾ ഉയർന്നു. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് വർദ്ധിപ്പിക്കാനും രൂപയുടെ മൂല്യം ദുർബലപ്പെടുത്താനും സാധ്യത. ഇറാൻ US സംഭാഷണങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഊർജ്ജവിലകൾ വോളാറ്റൈലാകാം. ഇന്ത്യ LPG ഉൽപ്പാദനം 60% വരെ ഉയർത്തി ആശങ്ക കുറയ്ക്കാൻ ശ്രമിക്കുന്നു. RBI പോളിസി. റിപ്പോ റേറ്റ് 5.25% തുടരുന്നു. ഏപ്രിൽ 8-ന് RBI റിപ്പോ റേറ്റ് മാറ്റമില്ലാതെ 5.25% നിലനിർത്തി. ന്യൂട്രൽ സ്റ്റാൻസ് തുടർന്നു. FY27 GDP വളർച്ച 6.9% പ്രതീക്ഷിക്കുന്നു. ഇൻഫ്ലേഷൻ 4.6% കണക്കാക്കുന്നു. പശ്ചിമേഷ്യ സംഘർഷം ഇൻഫ്ലേഷൻ റിസ്ക് ഉയർത്തിയ സാഹചര്യത്തിൽ ജാഗ്രതയാണ് RBIയുടെ നിലപാട്. Q4 റിസൾട്ടുകളും മാർക്കറ്റ് ഔട്ട്ലുക്കും. ഈ ആഴ്ച Q4 ഫലങ്ങൾ, ഇൻഫ്ലേഷൻ ഡാറ്റ, US ഇറാൻ ടോക്സ് എന്നിവയാണ് ഫോക്കസ്. ബാങ്ക് നിഫ്റ്റിയിൽ ബുലിഷ് മൂഡ് തുടരാം. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റുകളിൽ വാല്യുവേഷൻ റീസെറ്റ് വാങ്ങൽ അവസരം സൃഷ്ടിച്ചേക്കാം. മറ്റു പ്രധാന വാർത്തകൾ. NHPC ഏപ്രിൽ 14-ന് ബോർഡ് മീറ്റിംഗ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മോണിറ്റൈസേഷൻ പരിഗണിക്കും. രൂപ. ഓയിൽ വില ഉയർന്നതോടെ ഡോളറിനെതിരെ ദുർബലമായി. ഗ്ലോബൽ. IMFയുടെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് ഏപ്രിൽ 14-ന് പുറത്തിറങ്ങും. ആഗോള വളർച്ച 3.3% ആയിരിക്കുമെന്ന് പ്രതീക്ഷ. മാർക്കറ്റ് അവധിയായതിനാൽ ട്രേഡേഴ്സ് ജിയോപൊളിറ്റിക്കൽ വാർത്തകളും ഓയിൽ വിലയും ശ്രദ്ധിക്കുക. ദീർഘകാല നിക്ഷേപകർക്ക് വോളാറ്റിലിറ്റി വാങ്ങൽ അവസരമാകാം. ഹോർമൂസ് സംഘർഷം തുടരുകയാണെങ്കിൽ ഊർജ്ജ ഇറക്കുമതി മേഖലകൾ ബാധിക്കപ്പെടും. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30-ന്. ഹാവ് എ നൈസ് ഡേ.